ഹായ് കൂട്ടുകാരെ, കിട്ടീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ഞാൻ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ടോ കൂട്ടുകാര്? ഒന്ന് ബുക്കൊക്കെ കാണിച്ചേ, ഒന്ന് എടുത്തേ എല്ലാവരും ഒന്ന് വേഗം. ബുക്കിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ അടുത്ത് പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. എടുക്ക്, എല്ലാവരും ഒന്ന് ബുക്കൊക്കെ എടുത്തേ നോക്കട്ടെ. എടുത്തോ? നമ്മൾ എവിടം വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എ തൊട്ട് ഒ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആണോ? എന്താണ് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കണത്? കഴിയൂലേ എഴുതാനായിട്ട്? കഴിയും. എഴുതാന്നാ നമുക്ക്. എവിടം വരെ പഠിച്ചിട്ടുണ്ടായിരുന്നടാ? എ തൊട്ട് പി വരെ. അത് എ തൊട്ട് പി വരെ നമ്മൾ 5 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂട്ടുകാര് ആദ്യം മുതൽ വീഡിയോസ് കാണണം കേട്ടോ. എന്നാലേ ഫസ്റ്റ് പാർട്ട് തൊട്ട് 5ാമത്തെ പാർട്ട് വരെ കണ്ടാലേ പി വരെ പഠിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമുക്ക് നേരെ പോയാലോ പഠിക്കാനായിട്ട്? റെഡിയാണോ? വാ എന്നാ. എവിടം വരെ പഠിച്ചടാ നമ്മള്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി വരെ പഠിച്ചല്ലേ? അടുത്ത എന്താണ്? ഒന്നുകൂടെ പറയണോ? പറയാലോ. ഇത്ര സ്പീഡ് കുറച്ച് പറയാം അല്ലേ? കൂട്ടുകാർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല അല്ലേ? ശരിയേ, പറയട്ടെ. എ കുട്ടത്തി പറഞ്ഞോ എന്നാ. എ. ബി ബി സി സി ഡി ഡി ഇ ഇ പറയ്. ഇ. എഫ് എഫ് ജി ജി എച്ച് എച്ച് ഐ ജെ ജെ കെ എൽ എം എൻ ഒ പി. അടുത്ത എന്തൊക്കെയാ പഠിക്കാൻ നമ്മൾ ഈ ക്ലാസ്സിൽ? പി വരെ എഴുതി. ക്യൂ ആർ എസ് ടി. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ? ഇത് എത്രാമത്തെ പാർട്ടാണ്? 6. 6ാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. ക്യൂ ആർ എസ് ടി. ഇത്രയും 4 ലെറ്റേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? റെഡിയാണോ? ബാ, ബുക്കൊക്കെ എടുത്തിട്ട് വന്നിരിക്കുക. വർത്താനം പറയല്ലേ, ശ്രദ്ധിച്ചിരിക്കണേ, എന്നാലേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. റെഡിയല്ലേടാ? ബാ എന്നാ എഴുതി തുടങ്ങാം നമുക്ക്. ക്യൂ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണേ. പഠിക്കാടാ. റെഡിയല്ലേ? വാ. എങ്ങനെ എഴുതുന്നേ? നമ്മളിപ്പോ ഓ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓ അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എന്താണിത്? ഓ. അതിന്റെ കൂടത്തിൽ ഇത് ഇങ്ങനെ ഒരു വാല് പോലൊരു സാധനം ഇട്ട് കഴിഞ്ഞാല് എന്താവും? ഇങ്ങനെ ഒരു വാല് പോലൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്താ വരിക? ക്യൂ എന്നാ വായിക്കുന്നേ കേട്ടോ. ഈ ലെറ്ററിന്റെ പേരാണ് ക്യൂ. സിമ്പിൾ അല്ലേ എഴുതാനായിട്ട്? നമ്മൾ ഓൾറെഡി ഓ എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാല് പോലെ ഒരു സാധനം കൂടി ഇടുമ്പോഴത്തേക്കും ഇത് എന്ത് ലെറ്ററായി? ക്യൂ. പറഞ്ഞേ എൻ്റെ ഒപ്പം ഒന്ന്. എന്താണ് എല്ലാവരും ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കണത്? പഠിക്കാൻ കഴിയൂലേ? മഴയൊക്കെ ആയതുകൊണ്ടാണോ മടി പിടിച്ചിരിക്കണത്? അല്ല. എന്നാ വാ, നല്ല കുട്ടികളായിട്ട് വേഗം എഴുതിയെടുത്തേ. നോക്കിക്കേ, ഇതെന്ത് ലെറ്ററാണിത്? ക്യൂ. എഴുതിക്കേടാ. എല്ലാവരും ഒന്ന് എഴുതിക്കേ ബുക്ക് എടുത്തിട്ട്. എഴുതാൻ പറ്റണുണ്ടോ? പതി എഴുതിയാൽ മതി, ധൃതി ഒന്നും പിടിക്കണ്ട. പതുക്കെ എഴുതിയാൽ മതി കേട്ടോ. എഴുതിയോ? എന്താണിത്? ക്യൂ. ക്യൂ. പഠിച്ചോ? സിമ്പിൾ ആണല്ലേ? അടുത്ത ലെറ്റർ നോക്കാം നമുക്ക്. അടുത്ത എന്താടാ? ആറാണ്. ആരെങ്ങനെ എഴുതുന്നേ? ഒരു വര വരച്ചിട്ട് നമ്മൾ പി പഠിച്ചിട്ടുണ്ടായില്ലേ ഈ ലെറ്റർ, അതുപോലെ ആട്ടെ എഴുതുന്നേ. നോക്കിക്കോ, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഇവിടെ നമ്മൾ നിർത്തുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിയുടെ അവിടെ. ആറിന് എന്താ ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പം എന്തായി? ഇത് 6ആയി. ഓയും പിയും പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ 2 ലെറ്റർ പെട്ടെന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഓയും പിയും പഠിച്ചതുകൊണ്ട്, ഓ പഠിച്ചതുകൊണ്ട് നമുക്ക് ക്യൂ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു അല്ലേ?
അതുപോലെ തന്നെ പി പഠിച്ചുകൊണ്ട് ആർ എഴുതാൻ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എഴുതി കാണിക്കാട്ടോ, ഒന്നുകൂടെ നോക്കിയിരിക്കേ. പി എഴുതുന്നത് എങ്ങനെയാടാ നോക്കിക്കേ. ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മേളീന്ന് ഇങ്ങനെ കൊണ്ടുവന്നിവിടെ നിർത്തുന്നുണ്ട് അല്ലേ? മേളീന്ന് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഇത് എന്ത് ലെറ്റർ ആണിത്? ഇത് പി ആണ്. പിയുടെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുമ്പോഴത്തേക്കും എന്താവും? ഇത് ക്യാപിറ്റൽ ലെറ്റർ ആർ ആകും അല്ലേ? എന്ത് ലെറ്റർ ആണിത്? ആർ. പറഞ്ഞേ കൂട്ടുകാർ, പറഞ്ഞ എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതിക്കേ നോക്കാമല്ലോ നമുക്ക്. ശരിയാക്കിയോ? ആ നോക്കിക്കോട്ടാ. പി എഴുതിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര കൂടെ വരച്ചു കൊടുക്കുമ്പോൾ എന്ത് ലെറ്റർ ആണിത്? ആർ. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചടാ? ക്യൂ പഠിച്ചു, ആർ പഠിച്ചു. ആർ എഴുതാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? കാണിച്ചേ. ആ ശരിയായിട്ടുണ്ട് കേട്ടോ, കാണിച്ചേ. ആ ഓക്കെ, ശരിയാണ്. അടുത്ത ലെറ്റർ എഴുതാമെന്നാ നമുക്ക്. പി ക്യൂ ആർ. അത് കഴിഞ്ഞിട്ട് എന്തെന്നാടാ? എസ്. എസ് എഴുതുന്ന എങ്ങനെയാ നോക്കിയിരുന്നോ? ഇങ്ങനെ പതിയെ ഇങ്ങനെ സി എഴുതുന്ന. ആദ്യം നമ്മൾ ഒരു സി നമ്മൾ ആദ്യം എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സി തിരിച്ചിടുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? എങ്ങനെ എഴുതുന്നേ? ഫസ്റ്റ് നമ്മൾ ഒരു സി എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ലെറ്റർ സി എഴുതി കൊടുത്തിട്ട് ആ സി ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നുണ്ട്. അപ്പം എന്താ വരിക? എസ്. മനസ്സിലായോ? എന്താടാ? എസ്. ക്യൂ ആർ എസ്. ഒന്നുകൂടെ എഴുതാം നമുക്ക്. എസ് ശ്രദ്ധിച്ചിരുന്നോ? സി ഇങ്ങനെ എഴുതി ഇങ്ങോട്ടും ഒരു സി ഇട്ടു. സി ആദ്യം നമ്മൾ വരച്ചിട്ട് തിരിച്ചും സി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായി? എസ്. കണ്ടോ? കണ്ടോ കൂട്ടുകാര്? എഴുതാൻ പറ്റുന്നില്ലേടാ? സിമ്പിൾ ആണല്ലേ? ലെറ്റേഴ്സ് ഒക്കെ ഭയങ്കര സിമ്പിളാ. പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ നമുക്ക്? ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. ഇങ്ങനെ ഇങ്ങനെ സി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് എഴുതി. ഇങ്ങോട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും എന്ത് ലെറ്റർ ആയി ഇത്? യെസ്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ക്യൂ പഠിച്ചു, ആർ പഠിച്ചു, എസ് പഠിച്ചു. ഇനി ലാസ്റ്റത്തെ ലെറ്റർ ഏതാണ്? കൂട്ടുകാർ തന്നെ ഒന്ന് പറഞ്ഞേ. ലാസ്റ്റത്തെ ലെറ്റർ ഏതാണ്? ടി ആണ്. ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണുണ്ടപ്പ അല്ലേ? നോക്കിക്കോ, ടി ആണേ. ടി എഴുതുന്നതും സിമ്പിളാണ്. നമ്മൾ ഈ ലെറ്റർ പഠിച്ചതല്ലേ? ഐയും ജെ ഒക്കെ നമ്മൾ എഴുതാൻ പഠിച്ചതാണല്ലേ ഓൾറെഡി. അപ്പോൾ എങ്ങനെയാടാ ടി എഴുതുന്നേ? മേളില് ഒരു വര വരയ്ക്കുന്നുണ്ട്. മേളിൽ ഒരു വര വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു വര കൂടെ വരച്ചു കൊടുക്കാം. അപ്പം എന്തായി? ടി അല്ലേ? ടി അല്ലേടാ ഇത്? ആ ഇതാ ഇങ്ങനെയാണേ ടി എഴുതുന്നേ. നോക്കിയേ, എങ്ങനെ എഴുതുന്നേ? ഒരു വര വരച്ചിട്ട് ഇങ്ങനെ. കാണാൻ പറ്റുന്നുണ്ടോ? താഴെ എഴുതിയിട്ട് പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? എങ്ങനെയാ ടി എഴുതുക? എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വര, അതിൻ്റെ നടുക്കുന്ന ഒരു വര. എങ്ങനെയാടാ? ഇങ്ങനെ ഒരു വര, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക്. എന്തക്ഷരാണിത്? ടി. അപ്പം നമ്മൾ എത്ര ലെറ്റേഴ്സ് പഠിച്ചടാ ഈ ക്ലാസ്സിൽ? ക്യൂ പഠിച്ചു, ആർ പഠിച്ചു, എസ് പഠിച്ചു, ടി പഠിച്ചു. നാല് ലെറ്റേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? എഴുതാൻ പറ്റുമോ കൂട്ടുകാർക്കൊന്ന്? ഇത് ഫുള്ള് തൂത്തിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. കൂട്ടുകാർ ബുക്ക് എടുത്തേ, ഫ്രഷ് പേജ് എടുത്തേ. എടുക്കോ? തൂക്കട്ടാട്ടാ. തൂത്തിട്ട് നമുക്ക് ആദ്യം തൊട്ട് എഴുതാം. ഒന്നും കൂടി എഴുതാം. നമ്മൾ ഈ ക്ലാസ്സിൽ ഏതൊക്കെ ലെറ്റേഴ്സാണ് പഠിച്ചിട്ടുള്ളത്? ശ്രദ്ധിച്ചിരിക്കുക. ഓ എഴുതി, ഓയ്ക്കൊരു വാലിട്ടു. ഇത് എന്തക്ഷരാണിത്? ക്യൂ. എന്ത് ലെറ്റർ ആണിത്? ക്യൂ. ആ പഠിച്ചല്ലോ. അടുത്ത എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആറായിരുന്നു അല്ലേ? ആറ് എങ്ങനെയായിരുന്നടാ എഴുതുന്നേ? നേരെ ഒരു വര വരച്ചിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പം ഇതെന്തായി? പി. എന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം എന്തായിടാ? പി
ക്യൂ. സോറി, തെറ്റിപ്പോയി. ക്യൂ ആർ അല്ലേ? അടുത്ത എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എസ് ആയിരുന്നു കേട്ടോ. എസ് എങ്ങനെയായിരുന്നു? ഒരു സി ഇങ്ങോട്ട് എഴുതി, അടുത്ത സി ഇങ്ങോട്ട് തിരിച്ചെഴുതി. അപ്പൊ എന്തായി? എസ്. ക്യൂ ആർ എസ്. അടുത്ത ലെറ്റർ എന്താ നമ്മൾ പഠിച്ചത്? ടി ആയിരുന്നു. എഴുതാം നമുക്ക്. ടി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് സെൻട്രിൽ നിന്ന് താഴേക്ക് ഒരു വര. ഇപ്പൊ എത്ര ലെറ്റേഴ്സ് പഠിച്ചു നമ്മള്? ക്യൂ ആർ എസ് ടി. 4 ലെറ്റേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് എന്ത് ലെറ്റർ ആടാ? ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലേ? ക്യാപിറ്റൽ ലെറ്ററിൽ എ തൊട്ട് ടി വരെയാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ പഠിച്ചത്? എ തൊട്ട് ഡി വരെ നമ്മൾ ഒരു എയും ബിയും ഒറ്റ പാർട്ട്, സിയും ഡിയും ഒരു പാർട്ട്, നമ്മളിങ്ങനെ പല പാർട്ടായിട്ടാണ് തിരിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 4 ലെറ്റേഴ്സ് വെച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ടി വരെ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കണം കേട്ടോ കൂട്ടുകാരെല്ലാവരും. ഓക്കെ അല്ലേ? അപ്പം ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നോ? കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെസ്സേജ് വിട്ടോളൂ. യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഏത് ലെറ്റർ ആണ് ഫസ്റ്റ് നോക്കുന്നത്? യു ആണ്. കൂട്ടുകാർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കോ? എഴുതട്ടെ. യു. ഇത് ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. എഴുതിയോ? ഒന്ന് ബുക്ക് എടുത്ത് എഴുതിയേ. യു. എൻ്റെ ഒപ്പം എഴുതിക്കോ, കുഴപ്പമില്ല. സിമ്പിളായിട്ട് പഠിക്കാം കേട്ടാ. യു. പറ്റുന്നുണ്ടോ? ആ, എഴുതിക്കോ. യു. യു. എന്ത് ലെറ്റർ ആടാ? യു. പറഞ്ഞോണ്ട് എഴുത. യു. യു. പറ്റുന്നുണ്ടോ എഴുതാൻ? ആ, എഴുതിക്കോട്ടാ. യു. 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 സിമ്പിൾ ആണല്ലേ യു എഴുതാനായിട്ട്? റാ തിരിച്ചിട്ടാ മതി. ആണോ? അങ്ങനെയല്ലേ? റാ എഴുതില്ലേ നമ്മള്? അത് തിരിച്ചിട്ടാ മതി. യു. പഠിച്ചോ? ശരിയാക്കിയോ എല്ലാരും? ഒന്ന് ബുക്ക് തിരിച്ചേ നോക്കട്ടെ. ആ, ശരിയായിട്ടുണ്ട്. അടുത്ത ലെറ്റർ എഴുതാം നമുക്ക്. യു കഴിഞ്ഞു. വി ആണേ. വി എങ്ങനെയാടാ എഴുതുന്നേ? വി. ഈ യു എഴുതുന്നത് ഇങ്ങനെ കർവ് ആയിട്ടാണ്. ഇത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എ എഴുതത്തില്ലേടാ, അത് തിരിച്ചിട്ട് എഴുതുന്ന ആട്ടോ ഇത്. സെന്ററിൽ ഒരു ലൈൻ വേണ്ടെന്നേ ഉള്ളൂ. വി. നോക്കിയിരിക്കെ. എങ്ങനെ എഴുതുന്നത്? നമ്മൾ എ എഴുതുന്ന പോലെ തിരിച്ച്. ആ, വി. പറ്റുന്നുണ്ടോ എഴുതാൻ? ബാ, എഴുതിക്കോ. വി. 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 പി. സിമ്പിൾ ആണല്ലേ? പെട്ടെന്ന് എഴുതാൻ നല്ല രസമുണ്ടല്ലോ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാനായിട്ട്. വി. ആ, പഠിച്ചോ? എഴുതിയതൊന്ന് തിരിച്ചേ നോക്കട്ടെ ശരിയായോന്ന്. കറക്റ്റ് ആണേ. എല്ലാവരും ശരിയായിട്ട് എഴുതുന്നുണ്ടല്ലോ. നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അപ്പ അല്ലേ? അടുത്ത എഴുതാനായിട്ട് അതിനെക്കാട്ടി സിമ്പിളാണ്. നോക്കിക്കോ. ഡബ്ല്യു ആണേ. ഡബ്ല്യു എങ്ങനെയാടാ എഴുതുന്നേ? ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നു. വി എഴുതുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഡബ്ല്യു. എന്താണ് ഡബ്ല്യു? എന്താണ്? എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ടല്ലോ. ഒന്ന് എഴുന്നേറ്റേ, പതിയെ എഴുന്നേറ്റേ. കൈയൊക്കെ ഒന്ന് പതിയെ പൊക്കിക്കേ. പൊക്കിക്കേ, പൊക്കിക്കേ. ഇങ്ങനെ പൊക്ക്. പൊക്കുവോ? ആ, താത്തിക്കോ. പൊക്കിക്കേ, താത്തിക്കേ. ഓക്കെ, ഇപ്പം റെഡി ആയല്ലോ. ഉറക്കമൊക്കെ പോയല്ല. ഇനി എഴുതാം നമുക്ക്. നോക്കിയിരിക്കേ. ഡബ്ല്യു എങ്ങനെയാടാ എഴുതുന്നേ? ഡബ്ല്യു.
ആദ്യം ഇങ്ങനെ വരച്ചിട്ട് പതിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ. എന്താണിത്? W. നോക്കിയിരിക്കേ. കളിച്ചോണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റില്ല കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം. എഴുതാൻ പറ്റുമോ ഇത്? പറ്റുമോ? W. 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 നോക്ക്, ഈ ലെറ്റർ ഇതെന്ത് ലെറ്റർ ആടാ? ഇത് M. M മറിച്ചിടുന്നതാണല്ലേ. കൂടുതലും നമ്മൾ ഇതിൽ പഠിക്കുന്ന അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ എഴുതുന്നതാണല്ലേ സംഭവം അല്ലേ? ഇതെന്തക്ഷരാണിത്? W. അടുത്തത് എഴുതാം നമുക്ക്. പഠിച്ചിട്ടില്ലേ കൂട്ടുകാര്? WX ആണ് അടുത്തത്. ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര. നമ്മൾ വെട്ടിട്ട് കൊടുക്കത്തില്ലേ തെറ്റുമ്പത്തേക്കും? ടീച്ചർമാർ വെട്ടിടൂലേടാ, അതുപോലെ എഴുതുന്നതാണേ. ഇതെന്താണ്? X. എന്താണ്? X. 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 കറക്റ്റ് ആണോ? X. നമ്മളിപ്പോൾ എത്ര ലെറ്റേഴ്സ് ഈ ക്ലാസ്സിൽ പഠിച്ചടാ? U, V, W, X. 4 ലെറ്റേഴ്സ് പഠിച്ചു. 2 എണ്ണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ABCD ഫുള്ള്. എഴുതാൻ പഠിച്ചില്ലേ കൂട്ടുകാർ ഇവിടം വരെ? അപ്പോൾ X വരെയാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ലെറ്റർ എന്താണ്? Y ആണ്. എഴുതാം നമുക്ക്. V എഴുതിയിട്ട് താഴേക്കൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്താണിത്? Y. എന്താടാ? Y. V എഴുതിയിട്ട് താഴേക്കൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്താണ്? Y. Y എഴുതാം നമുക്ക്. നോക്കിക്കോ. Y. നോക്കിയടാ. V എഴുതിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ. V എഴുതിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ. V എഴുതി സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ചെയ്യുന്നുണ്ട്. ഇതെന്താണിത്? U, V, W, X, Y. ലാസ്റ്റത്തെ ഒരു ലെറ്ററും കൂടെ ഉണ്ടേ, Z. ഇങ്ങോട്ട് നോക്കാവോ? നേരെ ഒരു വര വരയ്ക്കുന്നുണ്ട് നമ്മള്. നോക്കിയേ. ഇങ്ങോട്ട് ചരിച്ച്, ഇങ്ങോട്ട് ചരിച്ച്. ഈ ലൈൻസ് എല്ലാം ഒരുപോലെ നിൽക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുവേ. കണ്ടോ? ഇതെന്ത് ലെറ്റർ ആടാ? Z. പറഞ്ഞേ. Z. ലാസ്റ്റത്തെ ലെറ്റർ ആണ് കേട്ടോ ഇത്. Z. പറഞ്ഞേ. Z. സിമ്പിൾ അല്ലേ എഴുതാനായിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചാൽ മതി അല്ലേ? കണ്ടോ? ഇങ്ങനെ 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 ഇങ്ങനെ. കണ്ടോ? ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ. പഠിച്ചില്ലേ? അപ്പം നമ്മൾ ഫുള്ള് തീർന്നിട്ടുണ്ട്. A to Z ഫുള്ള് കഴിഞ്ഞു. കൂട്ടുകാരെ എൻ്റെ ഒപ്പം പഠിച്ചോ? പഠിച്ചു. ബുക്കിലേക്ക് എഴുതിയതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണിച്ചേ. U, V, W, X, Y, Z. ഇവിടം വരെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. A തൊട്ട് Z വരെ നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു. കൂട്ടുകാരെൻ്റെ ഒപ്പം പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. പഠിച്ചു കഴിഞ്ഞോ? അപ്പം പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിയേ, നോക്കട്ടെ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന്. എത്ര പേര് പഠിച്ചു? കുറേ പേരുടെ ഒന്നും കൈയൊന്നും പൊങ്ങുന്നില്ലല്ലോ. ഇതെന്താ ഇത്? പഠിച്ചില്ലേ? ABCD പഠിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ABCD പഠിച്ചാലേ നമുക്ക് ഫുള്ള് വാക്കുകളൊക്കെ എഴുതണ്ടേ ഇനി. ABCD പഠിക്കണം, എന്നാലേ ഫുള്ള് വാക്കുകളൊക്കെ എഴുതി പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം. എവിടം തൊട്ടാണ് ഇത്? എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. A, B, C, D, E, F,
കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാടാ പഠിച്ചത്? യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഫിനിഷ്. സന്തോഷായോ? ഫുള്ള് തീർന്നല്ലോ. അപ്പൊ നമുക്ക് നിർത്തിയാലോ വീഡിയോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ A to Z കംപ്ലീറ്റ് പഠിച്ച് ബുക്കിൽ എഴുതിക്കൊണ്ടേ വരാവൂ. കേട്ടല്ലോ? അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.